ഒട്ടനേകം ഉലമായിലൂടെ ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയിൽ എത്തി നിൽക്കുന്നു. ആ പ്രസ്ഥാനമാണ് 100ാം വാർഷികം കൊണ്ടാടുന്നത്. 2026 അതിന്റെ വിപുലമായ പരിപാടികൾ നടക്കാൻ വേണ്ടി തീരുമാനിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സമസ്ത പ്രഖ്യാപിച്ചത്. 2024 ജനുവരി 28 ഞായറാഴ്ച ബംഗളൂരുവിൽ 100ാം വാർഷികത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. അത് പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടെ അത് ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രവർത്തകന്മാരൊക്കെ ബംഗളൂരുവിലേക്ക് പോകുവാനുള്ള ഒരുക്കത്തിലാണ്. സമസ്ത എവിടേക്കാണോ വിളിക്കുന്നത് അവിടേക്ക് ചെല്ലുക എന്നുള്ളതാണ് പ്രവർത്തകന്മാരുടെ ദൗത്യം. അതൊരു വികാരമായി, സമസ്തയോടുള്ള ഒരു മഹബ്ബത്തിന്റെ അടയാളമായിട്ട് ഈ സംഘടനയുടെ പ്രവർത്തകന്മാർ ഉൾക്കൊള്ളുന്ന കാര്യമാണ്. നമ്മൾ ചിന്തിക്കും, കേരളത്തിലുള്ള ഒരു സംഘടനയാണല്ലോ സമസ്ത. ഈ കേരള മോഡലിനെ കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങൾ മാത്രമല്ല രാജ്യങ്ങളിലുള്ള വിവിധ ഇടങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ കർണാടകയിലേക്ക് പോയി നോക്കൂ. 100 കണക്കിന് മദ്രസകൾ മാത്രമല്ല, അവിടെ SKSSF ശാഖകളുണ്ട്, ജില്ലാ കമ്മിറ്റികളുണ്ട്. തമിഴ്നാട്ടിലെ നീലഗിരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിങ്ങൾ പോയി നോക്കൂ. അവിടെയൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾ വിപുലമായിട്ട് നടക്കുകയാണ്. ബംഗളൂരുവിൽ നിന്ന് അതിന്റെ പ്രഖ്യാപനം, അതിന്റെ ഉദ്ഘാടന കർമ്മം സമസ്തയുടെ നേതൃത്വം നിർവഹിച്ചാൽ അതൊരു കൊടുങ്കാറ്റായി, മഹാശക്തിയായി, ഒരാൾക്കും തകർക്കാൻ കഴിയാത്ത ഒരു മഹാസമ്മേളനമായി ഈ നാട് ഏറ്റെടുക്കും, ഈ സമൂഹം ഏറ്റെടുക്കും. അതോടൊപ്പം മറ്റൊരു സമ്മേളനം കൂടെ വരുന്നുണ്ട്. അത് SKSSFന്റെ സമ്മേളനമാണ്. ഫെബ്രുവരി 2, 3, 4 ദിവസങ്ങളിൽ കോഴിക്കോട് മുഖദ്ദസിലാണ് നടക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളുടെ പ്രവർത്തകന്മാരൊക്കെ ഇതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണം.